ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി? അപ്പം അത് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് എത്തിയിട്ടുള്ളത്. അത് ആദ്യം ഞാൻ 2 നാഴി പച്ചരി കഴുകി വെച്ചിട്ടുണ്ട്. 2 നാഴി പച്ചരിക്ക് ഇതുപോലൊരു കുഞ്ഞ ഗ്ലാസ്സിലാണ് കേട്ടോ ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇനി ഉഴുന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഉഴുന്നിലോട്ട് 2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ശേഷം 4-5 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദേ 5 മണിക്കൂർ ആയിട്ടുണ്ട്. 2 നാഴിക്ക് 1.5 പിടി ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ജാർ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലോട്ട് ഇടുക. ശേഷം ഉഴുന്നും ചേർക്കുക. ഉഴുന്ന് കുതിർക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്തിയത്. നമ്മളിപ്പിട്ട ഉഴുന്നിൻ്റെയും ചോറിൻ്റെ ഒപ്പം വേണം വെള്ളം നിൽക്കാൻ. ഉഴുന്നിൻ്റെ വെള്ളം കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അത് രണ്ടും കൂടി നന്നായി അരച്ചപ്പോൾ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിൽ പോലെ കിട്ടണം കേട്ടോ. ഇനി ആ ജാറിലോട്ട് കുതിർത്തിയ അരിയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഉഴുന്ന് വെള്ളം തന്നെ കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതും അരിക്ക് മുകളിൽ പോവാതെ അരിക്കൊപ്പം തന്നെ ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുള്ളത്. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള അരിയും ഇതിലോട്ട് ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെക്കുക. ഞാൻ രാവിലെ കേട്ടോ ചൂടാൻ പോകുന്നത്. ഇനി നമ്മൾ ഇഡ്ഡലിക്ക് ഒഴിക്കണ പോലെ തന്നെ ഒരു കയ്യിലെടുത്ത് ഇതുപോലെ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് കൊട്ടിക്കൊടുക്കുക. അങ്ങനെ ദേ പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി. അടുത്ത വീഡിയോയുമായി വേഗം വരാം.